നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ചെടിയുടെ ഒരു വളർച്ചാ ഘട്ടത്തിലെ ആദ്യ സമയങ്ങളിലാണ്. ഒരു ചെടിയുടെ ഏകദേശം ആദ്യത്തെ ഒരു 3 വർഷം അതിന്റെ ബിഗിനിങ് സ്റ്റേജിലാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത്. ട്രെയിൻ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ഒരു കൊമ്പായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനെ നമ്മൾ ഇതേപോലെ ഇതിനകത്ത് 4 കൊമ്പുകളിലേക്കായിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് 4 കൊമ്പുകൾ ഇതിനകത്ത് നിന്ന് വളർത്തിയെടുത്തു. അതിൽ നിന്നും ഇതിലേക്ക് വളർന്നു വന്ന 4 കൊമ്പുകൾ നമ്മൾ ഒരേ ലെവലിൽ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും 3 ശിഖരങ്ങൾ അടുത്ത കൊമ്പിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3-ലധികം കൊമ്പുകളാണ് ഇതിനകത്തുണ്ടായത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൊമ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും മാത്രമല്ല, ഇതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള 3 കൊമ്പുകൾ നിർത്തിയാൽ മതിയാവും. ആരോഗ്യമില്ലാത്ത കൊമ്പുകളൊക്കെ നമുക്ക് ഇതേപോലെ മുറിച്ച് കളയാം. നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് കായ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. കാരണം ചെടിക്ക് നമ്മൾ ഒരു സ്ട്രെസ് കൊടുക്കുകയാണ്. അതിൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ നമ്മൾ ചെടിക്ക് ഒരു സ്ട്രെസ് കൊടുത്താണ് അതിനെ വളർത്തുന്നത്. ഇതിനെ സ്വാഭാവികമായ ഒരു വളർച്ചയെ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടപ്രകാരം ഇതിൻ്റെ വളർച്ചയിലേക്ക്, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു വളർച്ചയിലേക്ക് ചെടിയെ നമ്മൾ നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിൽ നിന്നും കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാം. ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഒന്നിലധികം കൊമ്പുകൾ വീണ്ടും ഉണ്ടാവും. അതിനെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഒരു കൃത്യമായ ഒരു ഷേപ്പോട് കൂടി തന്നെ നമുക്ക് ഒരു ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഒറ്റത്തടിയായിട്ട് പോകുന്നതല്ലാത്ത എല്ലാ ഫലവൃക്ഷങ്ങളിലും നമുക്ക് പ്രൂൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ പ്രൂൺ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇതിനെ ഉയരം ക്രമീകരിച്ച് നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഉൽപ്പാദനത്തെ അതിൻ്റെ മാക്സിമത്തിൽ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. കാരണം ആദ്യത്തെ ഒരു 3-ാമത്തെ വർഷം തന്നെ നമുക്കൊരു മാവിനെ സംബന്ധിച്ചിടത്തോളം മാമ്പഴം നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് അതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ചെടിയുടെ വളർച്ചാ ഘട്ടത്തിന്റെ ആദ്യത്തെ ഒരു സമയം ചെടി നമ്മൾ മണ്ണിലോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിലോ വളർന്നു വരുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ചെടിയെ നമുക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ മണ്ണിലേക്ക് ചെടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ച് ആദ്യത്തെ ഒരു 4 മാസ കാലമെങ്കിലും ചെടി വളരാനായിട്ട് അനുവദിക്കുക. ചെടിയുടെ വേരൊക്കെ മണ്ണിലേക്ക് പിടിക്കാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമുക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാവിൻ തൈയിൽ ഇതിലുണ്ടായിരിക്കുന്ന 3 കൊമ്പുകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊമ്പിനെ നമുക്ക് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഭാഗം വെട്ടിക്കളയുക ചെയ്യുന്നത്. ഇതിൻ്റെ ഇവിടുന്ന് ആയിരിക്കും, ഇതിൻ്റെ അടിഭാഗത്തു നിന്നായിരിക്കും ഇതിനകത്ത് കൂടുതൽ കൊമ്പുകൾ മുളച്ച് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കിതിനെ ട്രെയിൻ ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കൂടുതൽ മുകുളങ്ങൾ മുളച്ച് വരുന്നതാണ്. അങ്ങനെ ചെടി ഇത് ഗ്രോ ബാഗിൽ നട്ട് വളർത്തിയിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ട്രെയിൻ ചെയ്തത്. അപ്പോൾ വളരാനുള്ള ഒരു കാലഘട്ടം, വളരാൻ ആദ്യത്തെ ഒരു കുറച്ച് സമയം നമുക്ക് അതിനെ കൊടുക്കാം. അതിന് ശേഷമായിരിക്കണം നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ഏത് സമയത്താണ് ഒരു ചെടിയെ നമുക്ക് പ്രൂൺ